ഹായ് ബേബീസ്, ഇന്നത്തെ താരാണ് ചക്ക. വരിക്കച്ചക്ക, പഴഞ്ചക്ക, അയിനിച്ചക്ക, കടച്ചക്ക എന്നീ ഫോമുകളാണ് ഞമ്മക്കറിയാം. അതിൽ ചക്കൻ്റെ രൂപത്തിലുള്ളതിൽ ഇടിച്ചക്ക, മൂത്ത ചക്ക, പഴുത്ത ചക്ക എന്ന് 3 തരം ഉണ്ട് കേട്ടോ. അതിൽ നമ്മൾ ആദ്യത്തെ കാണിക്കാൻ പോണതാണ് ഇടിച്ചക്ക ഉപ്പേരിയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. ഇടിച്ചക്ക എന്ന് വെച്ചാൽ ചെള്ള് ചക്ക. ചക്ക ഉണ്ടായി വരുമ്പോൾ തന്നെ ഫസ്റ്റായിട്ട് ഉണ്ടാവണം. അപ്പോൾ കുറച്ച് അതിർപ്പൊക്കെ ആവും, റെയറായിട്ടൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ കിട്ടുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളിട്ടാ. പിന്നെ ഈ വീഡിയോയിൽ 3 ഐറ്റം കാണിക്കുന്നുണ്ട്. ഫുൾ താരം ചക്കയാണ്. അപ്പോൾ ചക്കൻ്റെ പണി എടുക്കുമ്പോൾ ആദ്യമായിട്ട് ചെയ്യണവരാണെങ്കിൽ കുറച്ച് കയ്യിലെ എണ്ണയൊക്കെ ഒന്ന് പുരട്ടണം കേട്ടോ. അങ്ങനെ ഞാനിവിടെ പുരട്ടി ചക്കൊക്കെ 2 കഷ്ണമാക്കി, പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി റെഡിയാക്കി എടുക്കുക. പിന്നെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നമ്മളാ തൊലി കരുള് എന്ന് പറയും കേട്ടോ, അതിന് അത് ചെത്തിക്കളയുക. അതിൻ്റെ ശേഷം അതിൻ്റെ കൂന് എന്ന് പറഞ്ഞ ഭാഗം ചെത്തിക്കളയുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ നന്നായി കാണിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കണ്ടോളൂ. അങ്ങനെ ഇതിൻ്റെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ല ചെറുതാക്കി മുറിച്ചിട്ട് കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ സെയിം ചെയ്യുന്ന രൂപേണ കുക്കർ എടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിൽ. കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിൽ മതി, കൂടുതൽ വേവൊന്നുമില്ല. കാരണം ചെള്ള് ചക്കയാണ്, അതുകൊണ്ടാണ്. പിന്നെ ചെമ്പട്ടിയിൽ നമ്മൾ ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കും ചെയ്യട്ടാ. എനിക്ക് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ വേഗം കുക്കറിലെടുത്തിട്ട് വേവിച്ചതാണ് കേട്ടോ. ഈ ചക്ക എന്നുള്ള ഭാഗത്തിൽ നിങ്ങൾക്ക് ഏത് ഭാഗമാണ് ഇഷ്ടമാണെന്നെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ ഈ ഇടിച്ചക്ക ഉപ്പേരിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ പഴുത്ത ചക്കയും മറ്റേ ചക്ക ഇഷ്ടമല്ല എന്നല്ല കേട്ടോ. അപ്പം ചക്ക ലവേഴ്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മളെ ചക്ക റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൂണറ്റൊക്കെ കോരിയാൽ കിട്ടണ രൂപയ്ക്കണ്. അത്രക്ക് സോഫ്റ്റാണ് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഈ ഉപ്പേരി തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കുക, തേങ്ങ ഇടാതെ ഉണ്ടാക്കട്ടോ. തേങ്ങ ഒതുക്കാതെ ഉണ്ടാക്കണവർക്കാണെങ്കിൽ എണ്ണ ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ചിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും ഇട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഈ ചക്ക ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ ഇതിൽ കാണിക്കുന്നത് തേങ്ങ ഒതുക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ചട്ടി വെച്ച് ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലും ഇട്ടതിന് ശേഷം തേങ്ങ ഒതുക്കിയിടും. തേങ്ങ എന്ന് വെച്ചാൽ തേങ്ങയിൽ ചീനമുളക, പച്ചമുളക, പിന്നെ ചെറിയുള്ളിയും നല്ല ജീരകം ഇഷ്ടമുള്ളവർക്ക് നല്ല ജീരകം ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒതുക്കുക. അപ്പോൾ ഓൾറെഡി അതിൽ ഉപ്പ് ഉണ്ടോക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കട്ടോ. അങ്ങനെ നല്ല ഇളക്കി കൊടുക്കുക. നമുക്കിവിടെ ഉപ്പേരിയായിട്ടും ചോറിൻ്റെ കൂടെയും വൈകുന്നേരം സ്നാക്സായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. നാടൻ വിഭവം ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ് കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോത്തെ 2ാമത്തെ വീഡിയോ ആണ് ഈ കാണിക്കുന്നത് കേട്ടോ. മൂത്ത ചക്ക എന്ന് പറഞ്ഞാൽ തന്നെ ആ കുരു കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ മൂത്തിട്ടുണ്ടാവും. നട്ട് പഴുത്തതും അല്ല, കുറച്ച് പച്ച ഏണേനും. അപ്പം ഞങ്ങളിവിടെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് എടുത്തുള്ളത്. അപ്പം ഇങ്ങനത്തെ ചക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ആൾക്കാരുള്ളത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ചക്ക ഓരോ തൊലിയൊക്കെ ചെത്തിയിട്ട് ചുളയൊക്കെ വേറാക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് കുരു എടുത്ത് കുരുമുള്ള പ്ലാസ്റ്റിക് കളഞ്ഞതിന് ശേഷം പിന്നെ ആ കുരുമുള്ള ആ മെറൂൺ സാധനം ഒന്നും കളയണ്ട, അതൊക്കെ ഹെൽത്തിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു 3-4 വിസിൽ വന്നോട്ടെ, കുറച്ച് വേവുള്ളതല്ലേ. അപ്പം നമ്മളെ ചക്ക ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2-3 വിസിലൊക്കെ വന്നതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ തുറന്ന്, അപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വറവിടാം. ഞങ്ങളിവിടെ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് തന്നെ വലിയ ചട്ടിയൊക്കെ വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് നല്ല മൂപ്പിക്കട്ടാ. മൂപ്പിക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് വരിക. കുറച്ചധികം എണ്ണ ഉണ്ടാകുമ്പോഴും അതും ടേസ്റ്റിയാണ്. പിന്നെ ടേസ്റ്റ് കൂടാനുള്ള വേറൊരു ടിപ്സാണ് പച്ചമുളക് അരിഞ്ഞിട്ടാ. അതിൻ്റെ ഒരു ഫ്ലേവർ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട് ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞിട്ട് ഈ മൂപ്പിക്കണേക്ക് ഇട്ട് കൊടുത്താൽ ഭയങ്കര ഒരു ടേസ്റ്റ് തോന്നും. മുളക് ഇടുക, പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ എരിവ് കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇത് ഇട്ടുക്കണത് കേട്ടോ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇത് ഇഷ്ടമുള്ളവർക്ക്, ചക്ക ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. അപ്പം നമ്മളതൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ച കൂട്ടക്കല്ലേ അതൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി സെറ്റ് ചെയ്യുക. എന്നിട്ടൊന്ന് ചൂടോട് കൂടി ഒന്ന് കഴിക്കണം. കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ചൂടിൽ കട്ടൻ ചായൻ്റെ കൂടെ കിഡിലനാണ്.
പ്രത്യേകിച്ച് മഴയുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. പിന്നെ അടുത്തതാണ് ചക്ക ചിപ്സ്. കടകളിൽ നിന്ന് മാത്രമല്ല കേട്ടോ, നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാന്നുള്ളതിൻ്റെ ഇതാണ് ഈ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ നിൽക്കണവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ചക്ക നല്ല മൂത്തിട്ട് ഒട്ട് മധുരിക്കാനും പാടില്ല, അങ്ങനത്തെ രൂപമാവണം. പിന്നെ ചുള നല്ല കട്ടിയുള്ള ചുള ആവണം, അല്ലെങ്കിൽ നമ്മൾ പൊരിക്കുമ്പോൾ തളർന്നു പോവും എണ്ണയിലിടുമ്പോൾ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഞങ്ങളെ വീട്ടിൽ നല്ല ചുള കട്ടിയുള്ള ഒരു ചക്ക ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3-4 ചക്കൊക്കെ എടുത്തിട്ട് കുറേ ആൾക്കാർ കൂടിയിട്ട് ഓരോന്ന് ചുള വൃത്തിയാക്കിയിട്ട് അതിന് കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ചുള ഓരോന്ന് ചെറുതാക്കി നല്ല ചെറുതാക്കും ചെയ്യരുത്, ഒരു ചെറിയ ഇതിൽ കാണിക്കുന്ന രൂപത്തിൽ മുറിച്ചെടുക്കുക നീളത്തിലിട്ടാ. എന്നിട്ട് ഞങ്ങൾ ഉരുളിനെ എടുത്തിന് കുറച്ചധികം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഉരുളി വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഉരുളിക്ക് ഇങ്ങനെ ചക്കയിൽ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഉപ്പും ഒന്നും ഇടരുത്. ഇത് ഏകദേശം ഒന്ന് വെന്ത് വരൂലേ, ആ ടൈമിൽ മുരിഞ്ഞ് വരുന്ന ടൈമിൽ ഉപ്പും മഞ്ഞപ്പൊടിയും കലക്കിയ കുറച്ച് വെള്ളം ഉണ്ട് കുടഞ്ഞു കൊടുക്കുക. അപ്പം നമ്മൾ ചക്ക ചിപ്സ് റെഡി ആയിട്ടുണ്ട്. എയർ ടൈറ്റ് ആയ ഒരു കുപ്പിയിൽ നല്ല അടച്ച് വെച്ച കുറേ കാലം നിൽക്കും. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഏതാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമായതെങ്കിൽ വേഗം പോയി ഉണ്ടാക്കിക്കോളി. കിഡിയില്ല 3 ഐറ്റംസാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.